ഇനി കുമ്പസാരം വഴി ഒരു വ്യക്തിയിലേക്ക് വരുന്ന കൃപകൾ. യാക്കോസിലെ ലേഖനം 5:16 മുതലുള്ള വാക്യങ്ങൾ. യാക്കോസിലെ ലേഖനം അധ്യായം 5:16 മുതലുള്ള വാക്യങ്ങൾ. വിശ്വാസത്തിലുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. അടുത്ത വചനം, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി കൊള്ളാവുന്ന ഡോക്ടറെ പോയി കാണുക. കൊള്ളാവുന്ന ആശുപത്രി, നമുക്കിവിടെ മാർസലീവ് ആശുപത്രിയൊക്കെ അടുത്തുണ്ട്, അവിടെ പോയി നോക്കുക. അവിടെ പോയി കഴിഞ്ഞാൽ കുറേ യന്ത്രം വെച്ചിട്ടുണ്ട്. ഇതിലേ കയറി അതിലേ ഇറങ്ങുമ്പോഴേക്ക് പോക്കറ്റ് കാലിയായി. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന്. എനിക്കും സന്തോഷമായി. പക്ഷെ പോക്കറ്റ് കാലിയായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അസുഖം മാറിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി ആ വഴിക്ക് പോകണ്ട, ആയുർവേദം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരു മുറി മുഴുവൻ കഷായക്കുപ്പിയും കൊണ്ട് നിറഞ്ഞു, അതും നിർത്ത്. ഹോമിയോപ്പതിയിൽ നല്ല ചികിത്സയുണ്ടെന്ന് അറിയുന്നു. കുറച്ച് പല്ലിമുട്ടയൊക്കെ കഴിച്ച് ഹോമിയോപ്പതി കഴിച്ച് നോക്കുക. അതും വലിയ ഫലമൊന്നും കണ്ടില്ല. അപ്പോഴാണ് ആരോ പറഞ്ഞു വാഴപ്പിണ്ടി പ്രകൃതി ചികിത്സയിലേക്ക് തിരിയുക. ഇതൊക്കെ നോക്കിക്കോ. പക്ഷെ ഇതെല്ലാം കതിരിനാണ് വളം വയ്ക്കുന്നത്. ബൈബിൾ പറയുന്നത്, പ്രഭാഷണന്റെ പുസ്തകം 38 രോഗി ചെയ്യേണ്ട കാര്യം പറയുന്നുണ്ട്. മോനെ, രോഗം വരുമ്പോൾ നീ ഉദാസീനാകരുത്. എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് വെച്ചാൽ വേറെ ആർക്കും വന്നാലും വേണ്ടില്ലായിരുന്നു, എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് നീ പറയരുത്. നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക. വൈദ്യനെ നീ ബഹുമാനിക്കണം. ഈ രോഗത്തിന് ഈ മരുന്ന്, ഇത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ് വൈദ്യനിൽ പ്രവർത്തിക്കുന്നത്. വിവരം ബുദ്ധിയുള്ളവൻ ഔഷധം അവഗണിക്കില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. എന്നിട്ട് പറയാം, അതിൽ മാത്രം ആശ്രയിച്ച് നിൽക്കരുത്, ദൈവത്തോട് പ്രാർത്ഥിക്കണം. മിക്കവാറും ഡോക്ടേഴ്സ് അത് പറയാറുണ്ട്. വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ പറ്റുന്ന ചെയ്തു, ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുക. അതും ഡോക്ടേഴ്സും പറയാറുള്ളത്. ഇനി പ്രഭാഷണ പുസ്തകം 38:15 പറയുകയാണ്, പാപം ചെയ്യുന്നവന് കൂടെ വൈദ്യസഹായം തേടേണ്ടതായിട്ട് വരും. പാപം ചെയ്യുന്നവൻ, അവൻ്റെ സംവിധാനം താറുമാറാകുക. പാപം ചെയ്യുന്നവന് കൂടെ വൈദ്യസഹായം തേടേണ്ടതായിട്ട് വരും. അപ്പോൾ ബൈബിൾ പറയുകയാണ്, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴൊരു ചെറുപ്പക്കാരൻ അതേ ചാടിപ്പിടിച്ചു. ബ്രദറെ, അച്ഛന്മാരോട് പറയാൻ പറഞ്ഞിട്ടില്ലല്ലോ, പരസ്പരം പാപം പറയാനാണല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഇന്ന് നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ കുമ്പസാരം അച്ഛന്മാരാരെയും വിളിക്കുന്നില്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ പരസ്പരമായിരിക്കും നമ്മൾ കുമ്പസാരിക്കുന്നത്. ഒന്നും മറച്ചു വെക്കരുത് കേട്ടോ. എല്ലാ പാപവും അടുത്തിരിക്കുന്ന ചേട്ടനോട് പറയും. ചേട്ടൻ പുറയിലിരിക്കുന്ന ചേട്ടനോട് ചേട്ടൻ്റെ പാവം പറയും. അതുപോലെ ചേച്ചിമാരും. പരീക്ഷിക്കാൻ പോകുന്നതിന് മുമ്പ് ശവപ്പെട്ടി കടയിൽ പെട്ടി കുറച്ച് ഓർഡർ ചെയ്തോണ്ടും ചിലപ്പോൾ തികയാതെ വരും. ഈ ചേട്ടനും ചേച്ചിക്കും പാവമോചന അധികാരം കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഒരാഴ്ച ഇവർക്ക് തുള്ളി കൊണ്ടു നടക്കാൻ പറ്റില്ല. ചില വൈദികർ സഭ വിട്ടു പോയിട്ടുണ്ട്. ചില വൈദികർക്ക് മാനസികരോഗം പിടിപെട്ടിട്ടുണ്ട്. ഈ 2000 വർഷത്തിനിടയ്ക്ക് ഇന്ന് വരെ ഒരു പുരോഹിതൻ കുമ്പസാരഹസ്യം പുറത്ത് പറയാത്തത് മാനുഷ്യമായ ശക്തി കൊണ്ടല്ല, അത് പരിശുദ്ധാത്മാവ് സൂക്ഷിക്കുന്നുകൊണ്ടാണ്. ഹല്ലേലൂയ. മാത്രമല്ല, കുമ്പസാരഹസ്യം സൂക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷികളായ വൈദ്യർ നമുക്കുണ്ട്. വിശുദ്ധ ജോൺ നംസ്യാനെ പോലെ. രാജാവിന് രാജ്ഞിയെ സംശയമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജ്ഞി കുമ്പസാരിച്ചെന്ന് രാജാവിന് അറിവ് കിട്ടി. അച്ഛനെ വിളിപ്പിച്ചു, വലിയ കാര്യമായിട്ട് സ്വീകരിച്ചു. അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ എനിക്ക് അവളുടെ പോക്ക് ഈ അടുത്ത നാളിൽ അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. അവൾ കുമ്പസാരത്തിൽ എന്താ അച്ഛൻ പറഞ്ഞത്? അതങ്ങ് പറയുകയാണെങ്കിൽ രാജാവിൻ്റെ മിത്രമാകും, ഇഷ്ടം പോലെ സമ്മാനം കിട്ടും. അച്ഛൻ പറഞ്ഞ ആരോടാണ് ചോദിക്കുന്നത്, എന്താണ് ചോദിക്കുന്നത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഈ ചോദ്യം ഒരു പുരോഹിതനോട് ചോദിക്കില്ലായിരുന്നു. രാജാവിൻ്റെ ഭാവം മാറി ക്രൂരന്മാരായ പട്ടാളക്കാരെ നിയോഗിച്ച് ഏത് രീതിയും സ്വീകരിക്കാം, കുമ്പസാരസ്യം ചോർത്തിയെടുത്തേക്കണം. മാതാവിൻ്റെ പ്രത്യേകം മധ്യസ്ഥം തരുന്ന രച്ചനാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയെ, ഞാനൊരു മനുഷ്യനാണ്. പീഡനങ്ങളുടെ ആദ്യക്കിത്താൽ കുമ്പസാരസ്യം പറയാൻ ഈ ദാസനെ അനുവദിക്കരുത്. മരണത്തോടടുത്തിട്ടും പറയില്ലെന്ന് കണ്ടപ്പോൾ രാജകൽപ്പനപ്രകാരം കൈകാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ച് പാലത്തിൽ നിന്ന് പുഴയിലെടുത്ത് എറിഞ്ഞു ഈ അച്ഛനെ. വിശ്വാസികൾ ചെന്ന് നോക്കിയപ്പോഴാണ് മൃതശരീരത്തിൻ്റെ പല്ല് കൂട്ടി കടിച്ചു പിടിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. രാജ്ഞി തിരക്കി പട്ടാളക്കാരോട്, എന്താ ഇന്നലെ വെട്ടവും വിളിച്ചുമൊക്കെ നദി തീരത്ത്? അങ്ങയുടെ കുമ്പസാരഹസ്യം പറയാത്തതിൻ്റെ പേരിൽ രാജകൽപ്പന പ്രകാരം വൈദികനെ പുഴയിലെറിയാൻ പോയത്. ഇതാണ് കത്തോലിക്ക തിരുസഭയിലെ കുമ്പസാരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് കാണുന്ന 65% രോഗങ്ങൾ വൈദ്യശാസ്ത്രം പറയുന്നത്
അത് മനസ്സിൻ്റെ പിരിമുറുക്കത്തിൽ നിന്നാണ് 65% രോഗങ്ങളുണ്ടാകുന്നത്. അതിന് കീറിമുറിച്ചുകൊണ്ടായില്ല, വിഷഗുളിക തിന്നുകൊണ്ടായില്ല, അത് വേറെ പുതിയ രോഗം കൊണ്ടുവരികയുള്ളൂ. 65% രോഗം മനസ്സിൻ്റെ പിരിമുറുക്കത്തിൽ നിന്നാണ്. അത് വൈദ്യശാസ്ത്രം അംഗീകരിക്കുന്നു. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം നൂറ്റാണ്ടുകൾക്ക് മുൻപേ എഴുതിയിരിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ. സുഭാഷിതം 17:22. സുഭാഷിതം 17:22. സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ്, തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു. സന്തുഷ്ട ഹൃദയം, സമാധാനം, സന്തോഷമുള്ളൊരു മനസ്സിൻ്റെ ഉടമ, അവന് ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാകും. സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ്, തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു. ഈ മനസ്സ് തളരുന്നതിന് മനഃശാസ്ത്രജ്ഞന്മാർ 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ കാരണം വെറുപ്പ്, വിദ്വേഷം. സമുദ്രത്തിൽ മത്സ്യമുണ്ട്, പുഴയിലും മത്സ്യമുണ്ട്. ശുദ്ധജലത്തിൽ കഴിയുന്ന മത്സ്യത്തിന് ഉപ്പുവെള്ളത്തിലോ, ഉപ്പുവെള്ളത്തിൽ കഴിയുന്ന മത്സ്യത്തിന് ശുദ്ധജലത്തിലോ ജീവിക്കാൻ പറ്റില്ല, ചത്തുപോകും. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കാൻ വേണ്ടി സൃഷ്ടിച്ച മനുഷ്യൻ ഒരു വിദ്വേഷത്തിൻ്റെ സാമ്രാജ്യം സൃഷ്ടിച്ച് അവിടെ ആരോഗ്യവാനായി ആരോഗ്യവതിയായി അധികം നാൾ ജീവിക്കാൻ പറ്റില്ല. അവൻ്റെ ശരീരത്തിൻ്റെ സംവിധാനങ്ങൾ അത് താറുമാറാകും. അതിൻ്റെ പഠിച്ചവർക്ക് അതിൻ്റെ കൂടുതലായിട്ട് എന്ത് രാസപ്രവർത്തനമാണ് നടക്കുന്ന ഒരാളോട് വിദ്വേഷം വയ്ക്കുമ്പോൾ അത് പഠിച്ചവർ ആ മേഖലയിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. ഞാൻ അത്രയും പഠിച്ചിട്ടില്ല, ഇത്രയും എനിക്കറിയാം. അവൻ്റെ ക്രമീകരണം തെറ്റും, താളം തെറ്റും എന്നുള്ളത്. രണ്ടാമത്തത് നാളെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ. നാളെക്കുറിച്ച് കിടക്കുന്ന അമിതമായ ഉത്കണ്ഠ. അതിന് ഈശോ പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 6:34, ഓരോ ദിവസവും അതതിൻ്റെ ക്ലേശങ്ങൾ മതി. നാളെക്കുറിച്ച് നീ ഇന്ന് ആകുലപ്പെട്ട് നീ ഇന്നിൽ ജീവിക്കുക. നീ നാളെ ഇന്നലകളിൽ നയിച്ചില്ലേ ദൈവം, ആ ദൈവം നാളുകളിൽ നയിക്കും. അപ്പം അതിനുള്ള പ്രതിവിധി എന്താണ്? പത്രോസിലെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഉത്കണ്ഠകൾ അവിടുത്തെ ഏൽപ്പിക്കുക. നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ലോട്ടറി അടിച്ച് 25 കോടി കിട്ടി വീട്ടിലിരിക്കുക, 3 ദിവസം ബാങ്ക് അവധിയാണ്. ഇയാളെ പണച്ചാക്കിൻ്റെ പുറത്താണ് കയറി കുത്തിയിരിക്കുന്നത്. ഉറങ്ങിയിട്ടില്ല, ഭക്ഷണവും കഴിച്ചിട്ടില്ല. ശരി, ബാങ്ക് തുറന്ന് ബാങ്കിൽ കൊണ്ടിട്ടതിന് ശേഷം ഒന്ന് സമാധാനമായിട്ട് കടന്നുറങ്ങി. ബാങ്കിൽ കൊണ്ടിടാനേ ഉത്കണ്ഠകൾ. വെറുതെ നമ്മളെന്തിനാ അകാലം മൃത്യുവും വിളിച്ചു വരുത്തി, രോഗവും വിളിച്ചു വരുത്തി, വാർദ്ധക്യവും വിളിച്ചു വരുത്തി. ആ ഉത്കണ്ഠകൾ അവിടെ ഏൽപ്പിക്കുക. സുരക്ഷിതമായ സ്ഥലമാണ്, അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു തരും. മൂന്നാമത്താണ് ഭയം, മരണഭയം. ശരീരത്തിൽ എവിടെയെങ്കിലും തടിപ്പ് കണ്ടാൽ ക്യാൻസറാണോ ക്യാൻസറാണോ ക്യാൻസറാണോ. ചിലപ്പോൾ കൊഴുപ്പടിഞ്ഞു കൂടും. നീ ചെങ്ങാൻ ചെന്നിട്ട് ഡോക്ടർ ക്യാൻസറാണെന്ന് പറഞ്ഞാലോ ഡോക്ടറെ കാണാനായിട്ട് പോവുകയില്ല. എന്നാൽ തുടക്കത്തിൽ ഇനി ആണെങ്കിൽ തന്നെ അത് ചികിത്സിച്ചാൽ അതിന് പ്രതിവിധി കണ്ടെത്താൻ പറ്റുമല്ലോ. മരണഭയം, പിശാചിന ഭയം, ഒപ്പീസിൻ്റെ പാട്ട് കേട്ട പേടിയ, ആരെങ്കിലും മരിച്ചാൽ പിന്നെ ആ പ്രദേശത്ത് പോകാൻ പേടിയ, സിംതേരിയ പേടിയ, മൂർക്കം പാമ്പ് പത്തിപിടുത്തി നിന്നാൽ അതിൻ്റെ ചന്തം കണ്ടുകൊണ്ടിരിക്കും. ഒരട്ടയെ കണ്ടാൽ വിട്ടുപോകും, ഭയങ്കര പേടിയാട്ടെ. ഇടി, മിന്നൽ, കാറ്റ്, അമിതമായ ഭയം. ചില ജന്തുക്കളോട്, ജീവികളോട്, ചില സ്ഥലത്തോട്, ചില വ്യക്തികളോട്, ചില സാഹചര്യങ്ങളോട് ഭയത്തിൻ്റെ ഒരു വലിയ ശൃംഖല തന്നെ. എന്താ പ്രതിവിധി? സങ്കീർത്തനം 34:4 മുതലുള്ള വാക്യങ്ങൾ. സങ്കീർത്തനം 34:4 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ കർത്താവിനെ തേടി സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടെ തന്നെ മോചിപ്പിച്ചു. ഞാൻ കർത്താവിനെ തേടി സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടെ തന്നെ മോചിപ്പിച്ചു. പത്രോസിലെ ഒരു വേലക്കാരി പെണ്ണിൻ്റെ മുമ്പിൽ ഈശോയെ തള്ളിപ്പറഞ്ഞ് ഈശോയോട് വെറുപ്പുണ്ടായിട്ടല്ല, പേടിച്ചിട്ട്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ 10,000ങ്ങളുടെ മുമ്പിൽ നിന്ന് പത്രോസിലെ വിളിച്ചു പറഞ്ഞു, ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പസ്തോല പ്രവൃത്തി 4:12-13. 13-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും അവരുടെ ധൈര്യം കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഭയം മാറുന്നതും ധൈര്യം കിട്ടുന്നതും. 4-ാമത്തെ പോയിന്റാണ് കുറ്റബോധം. കുറ്റബോധം. ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് ചെയ്തു, വിദഗ്ധമായ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് അതാരും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇതിങ്ങനെ ഇവിടെ കിടന്നിങ്ങനെ തിളച്ചു മറിയുക. തിളച്ച് മറിഞ്ഞ് ഒരിക്കൽ അഗ്നിപർവ്വതം പൊട്ടുന്ന പോലെ ലാവ പുറത്തു വരുന്നു. ആ വ്യക്തി മാനസിക രോഗി പോലും ആയി മാറുന്നു. അമേരിക്കയിലെ അനേകായിരം മാനസിക രോഗികളെ ചികിത്സിച്ച ഒരു ഡോക്ടർ പറയുകയാണ്, ഞാൻ ചികിത്സിച്ചതിൽ കത്തോലിക്കരുടെ സംഖ്യ വിരളമായിരുന്നു. അവരെ പഠിച്ചപ്പോൾ അവർ പലരും കുമ്പസാരവും കുർബാനയും ഇല്ലാത്തവരായിരുന്നു. ഇപ്പം ലോകം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തെറ്റ് സ്വർഗത്തിലിരുന്ന് ക്ഷമിക്കാമായിരുന്നിട്ടും
ആ പാപം വഴി നമ്മളിൽ കടന്നു വന്ന ആ കുറ്റബോധങ്ങളുടെ വേരോടെ പിഴുതെറിയുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ കർത്താവ് സ്ഥാപിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുവിൻ. ആദിമസഭയിൽ അവിടെ ഒരു വിശുദ്ധ അൽഫോൻസാമയെ ഒരു പീഠത്തിൽ ദേ നോക്കിയൊരു വിശുദ്ധയാട്ടോ എന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ആദിമസഭയിലെ വിശ്വാസികൾ എല്ലാവരും വിശുദ്ധരായിരുന്നു. കാരണം 300 വർഷം മതമർദ്ദനം നടക്കുന്ന സമയം. അവർ കർത്താവുമായിട്ട് ഐക്യപ്പെട്ട് ഏത് സമയത്തും മരണം സംഭവിക്കാം. അവർ വിശുദ്ധ ജീവിതം നയിച്ചവർ. അന്നത്തെ കുമ്പസാരം ഇപ്പം നമ്മൾ സമ്മേളിക്കുകയാണ് ബലിയർപ്പിക്കാൻ. ഞാൻ ഭാര്യയോടൊന്ന് കോപിച്ചു, അല്ലെങ്കിൽ അയൽവാസിയോടൊന്ന് കോപിച്ചു. ഞാൻ പരസ്യമായിട്ട് നിന്ന് പറയും, ഞാൻ ദൈവസ്നേഹത്തിനെതിരായിട്ട് പരസ്നേഹത്തിനെതിരായിട്ട് എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ കോപിച്ചു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം സഭ മുഴുവനും നമുക്ക് ഇങ്ങനെയായിരുന്നു കുമ്പസാരം. 4-ാം നൂറ്റാണ്ടോടുകൂടി സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പിന്നെ ഒരു ഇരുണ്ട കാലഘട്ടത്തിലൂടെ സഭ കടന്നുപോയി. വിശ്വാസികൾ ഗൗരവമുള്ള തിന്മ കടന്നു വരാൻ തുടങ്ങി. പരസ്യ കുമ്പസാരം സാധ്യമല്ലാതായി. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ നയിച്ചത്. ഇവിടെ 500 വീട്ടുകാരുണ്ടെങ്കിൽ 500 വീട്ടുകാരുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ പുരോഹിതൻ കുമ്പസാരക്കുള്ളിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ കുമ്പസാരക്കുള്ളിരിക്കുന്നു. അപ്പോൾ ദൈവമേ, നിനക്കെതിരായും ദൈവജനത്തിനെതിരായി ഞാൻ ഈ തെറ്റ് ചെയ്തു എന്ന് പരസ്യമായിട്ട് പറയുന്നതിന് പകരം ദൈവത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും പ്രതിനിധി എന്നുള്ള നിലയിൽ കുമ്പസാരക്കുട്ടിൽ വൈദികനോട് രഹസ്യമായിട്ട് പാപങ്ങൾ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ. അങ്ങനെ നല്ലൊരു കുമ്പസാരം നടത്തുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് കാണുന്നുണ്ട്. ഇനി രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ രോഗം 2 രീതിയിലുണ്ട്. ഒന്ന്, വിശുദ്ധനായ നമ്മുടെ വിശുദ്ധരെ നോക്കിയൊക്കെ എല്ലാം രോഗപീഠിലൂടെ കടന്നുപോയവരാ. ആരെ സുഖിച്ചു പോയൊരു വിരളമാണ്. എല്ലാവരും സഹനത്തിലൂടെ കടന്നുപോയത്. അതേസമയത്ത് പാപത്തിൻ്റെ ഫലമായിട്ടുള്ള രോഗമുണ്ട്, നിരപരാധികളുടെ സഹനമുണ്ട്. നിരപരാധികളുടെ സഹനത്തെ കൊളോസോസ് 2:24 പൗലോസ് ഇങ്ങനെ പറയുന്നത്. 1:24 1:24 സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഈശോയുടെ സഹനത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. പക്ഷേ സഹിക്കാൻ വേണ്ടി, ഈശോയുടെ കുരിശ് വഹിക്കാൻ വേണ്ടി ചില നല്ല ജീവിതം നയിക്കുന്നവർക്ക് ദൈവം വിളി കൊടുത്തിട്ടുണ്ട്. അവർക്കൊരിക്കലും പരാതിയില്ല. ഈ രോഗത്തെക്കുറിച്ച് അവർക്ക് പരാതിയില്ല. അവർ ഈ രോഗം മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ ആൾക്കാരുണ്ട്, നിരപരാധിയായിരിക്കെ വിശുദ്ധ ജീവിതം നയിക്കെ സഹിക്കുന്നവരുണ്ട്. മറ്റു ചിലത് പാപത്തിൻ്റെ ഫലമായിട്ടുള്ള രോഗമുണ്ട്. സങ്കീർത്തനം 107:17 മുതലുള്ള വാക്യങ്ങൾ. സങ്കീർത്തനം 107:17 മുതലുള്ള വാക്യങ്ങൾ. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. അവരെല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും പുറത്തു. അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. എന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞു, ഇനി 3 മാസം എന്താണെന്ന് വെച്ചാൽ കൊടുത്തോ, കാണേണ്ടവരൊക്കെ വിളിച്ചോ, കൂടി വന്നാൽ 3 മാസം. അങ്ങനെ പറഞ്ഞൊരു വൈദികനെ കുറിച്ച് ഇവിടെ യൂട്യൂബിൽ കണ്ടായിരുന്നു. 1 മാസത്തേക്ക് ലാസ്റ്റ് സ്റ്റേജിലാണ്. തുറന്നിട്ട് അതേപോലെ അടച്ചു. ഡോക്ടർ കൂടെ വന്ന വൈദികനോട് പറഞ്ഞു കൊണ്ടുപോയി കളാൻ പറഞ്ഞു. ഒന്നും ചെയ്യാനില്ല. അപ്പം അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് പോകുന്നത്ര അങ്ങ് പോകാമെന്ന് പറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 11 വർഷം മറ്റേ അച്ഛൻ ജീവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് മൃത്യു കവാടം എന്ന് പറയുന്നത്, മരണത്തെ സമയം. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ ആചാര അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട്, ചങ്ക് തകർന്നൊരു വിളിയുണ്ട്. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് ഉറക്കം നിലവിളിച്ചു. ഹൃദയം നുറുങ്ങിയ ഒരു വ്യക്തി ദൈവമേ എന്ന് വിളിച്ചാൽ അവൻ്റെ ദൈവം അവൻ്റെ വെളിപ്പുറത്ത് പ്രത്യക്ഷപ്പെടും. നിന്റെ മതം ഏതാണ്, നിന്റെ ജാതി ഏതാണ്, നീ പുണ്യവാനാണോ പാപിയാണോ ചോദ്യമില്ല. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം. ഗൾഫിൽ പ്രസംഗിക്കുമ്പോൾ ഒരു വ്യക്തി കണ്ണ് തുടക്കി അവിടെ ഇരുന്നു. സത്യബ്രദറെ പറഞ്ഞ്, ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലാണ് ജോലി ചെയ്യുന്നത്. ഞാനൊരു ട്രാൻസ്ഫോമറിൽ ചെന്ന് ലൈൻ ഓഫ് ചെയ്തിട്ട് ഞാൻ പോസ്റ്റിൽ കയറി പണിയാനായിട്ട്. നിർഭാഗ്യവശാൽ ഓഫ് ചെയ്ത് വേറെ ലൈൻ ഇപ്പം ഞാൻ പിടിച്ചിരിക്കുന്നത് വൈദ്യുതി പ്രവഹിക്കുന്ന ലൈൻ. അത് മാത്രമല്ല 2 പേര് ഇതേ സ്ഥലത്തിന് മുമ്പ് മരിച്ചിട്ടുണ്ട്. സ്വരം പുറത്ത് വന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആകുന്നത്ര ഉച്ചത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചു. 1 സെക്കൻഡ് നേരത്തേക്ക് ആ ലൈനിൽ വൈദ്യുതി പ്രവാഹം നിലയ്ക്കുന്നു. 30 അടി ഉയരത്തിൽ ഇയാൾ മണൽപ്പുറത്ത് വന്ന് വീണു. ആ മനുഷ്യൻ അവിടെ ഇരിക്കുക. ഇങ്ങനെ ഒത്തിരി പേർക്ക് അനുഭവം ഉണ്ടാവും. ഹൃദയം നുറുങ്ങി അവർക്ക് സമീപസ്ഥനാ ദൈവം. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ നിലവിളിച്ചു.
അവിടുന്ന് വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി. ഇത് കേട്ടപ്പോൾ എനിക്കൊരു സംശയം. ഡിവൈനിൽ 1000 10,000 ഒക്കെ ആൾക്കാർ വരുന്ന സമയത്ത് ഇതുവരെ ഒരു ധ്യാനവും, ആരും സുഖപ്പെടാത്ത ഒരു ധ്യാനവും എവിടെയും നടന്നിട്ടില്ല. വന്ന സകല രോഗികളും സുഖപ്പെട്ട ഒരു ധ്യാനവും എവിടെയും നടന്നിട്ടില്ല. എല്ലാവരും വചനം കേട്ടവരാണ്. അപ്പോൾ വചനം അയച്ച് സൗഖ്യപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഞാൻ തിരുത്തേണ്ട മേഖലകൾ വചനത്തിലൂടെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരും. അതനുസരിക്കാൻ തയ്യാറായവരിലേക്ക് അത് സൗഖ്യമായിട്ട്, പരിശുദ്ധാത്മ അഭിഷേകമായിട്ട് അത് കടന്നു വരുന്നു. കരമുയർത്തി പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ 1 സുബോധമുണ്ടാകുന്നു, 2 എഴുന്നേൽക്കുന്നു, 3 ഏറ്റുപറയുന്നു, 4 രമ്യപ്പെടുന്നു. അടുത്തത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതും വളരെ അത് വ്യാഖ്യാനിക്കണമെന്ന് എനിക്ക് തോന്നി. കുറച്ച് പ്രയാസമുള്ളതാണെങ്കിലും അത് വ്യാഖ്യാനിക്കേണ്ട ഒരു പോയിൻ്റാണെന്ന് തോന്നിയത് കൊണ്ട് 5ാമത്തെ പോയിന്റ് വ്യാഖ്യാനിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്താൻ എനിക്ക് തോന്നിയത്, ഒരു ധ്യാനമന്ദിരത്തിൽ സഹായിക്കുന്നു. 5 ബഹുമാനപ്പെട്ട വൈദികർ കുമ്പസാരിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ കുമ്പസാരം കഴിഞ്ഞ് പള്ളിയിൽ വന്നിട്ടും ആള് അസ്വസ്ഥനായിട്ട് കാണപ്പെട്ടു. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴും വേറൊരു അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോയി നീക്കിയേ. അപ്പം സ്വാഭാവികമാണ്, ഏതോ ഒരു പാവം പറയാൻ മറന്നുപോയി. ചില ഇത്രയും ബോധ്യം കിട്ടിയല്ലോ. ആ കുമ്പസാരം കഴിഞ്ഞ് വന്നിട്ട് ഇവൻ എങ്ങനെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഞാൻ നോക്കിയപ്പോൾ 3ാമതൊരു അച്ഛൻ്റെ അടുത്ത് പോയി നീക്കിയ കുമ്പസാരിക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കുറവുള്ള ആളായിരിക്കും, അച്ഛന്മാരുടെ സമയം കളയണ്ടല്ലോ എന്ന് കരുതി ഞാൻ സ്നേഹത്തിനോട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ചോദിച്ചു, 5 അച്ഛന്മാരുടെ അടുത്തും കുമ്പസാരിക്കാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ ചെറുപ്പക്കാരൻ തന്ന മറുപടിയാണ് ഇതെൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നിയത്. അല്പം രോഷത്തോടുകൂടി അവൻ പറഞ്ഞു, 5 അച്ഛന്മാരുടെ അടുത്ത് പോകാനല്ല, നിങ്ങൾ ഇവിടെ പറഞ്ഞ 10 കൽപ്പനകളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ലംഘിച്ചവനാണ് ഞാൻ വർഷങ്ങൾ കൂടിയാണ് കുമ്പസാരിക്കുന്നത്. അച്ഛൻ പറയുകയാണ്, 5 നന്മ പറഞ്ഞവരും ചൊല്ലി മാതാവിൻ്റെ സ്തുതിക്ക് വേണ്ടി കാഴ്ചവെക്കാൻ 5 നന്മ പറഞ്ഞവരും കൊണ്ട് ഇത്രയും പാവം പോവുക ബ്രദറെ? ഞാൻ പറഞ്ഞു പോവില്ല. അതുകൊണ്ടാണ് ഞാൻ അടുത്ത അച്ഛൻ്റെ അടുത്ത് പോയത്. അച്ഛൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അച്ഛൻ തർക്കമായിട്ടില്ല. അച്ഛൻ പറഞ്ഞ് ഈശോയുടെ തിരുമുറിവിനെ ധ്യാനിച്ച് 5 സ്വർഗസ്ഥനായ പിതാവെ 5 നന്മ പറഞ്ഞവരും ചൊല്ലി കാഴ്ചവെക്കാൻ പറഞ്ഞു. മറ്റേ അച്ഛനുമായിട്ട് നോക്കുമ്പോൾ ഇതാ കുറച്ചുകൂടെ മെച്ചം. പക്ഷെ തൂക്കി നോക്കിയപ്പോഴിപ്പോഴും ഭാരം കൂടുതൽ പാപത്തിനാണ്. കുളിപ്പിച്ച് പഠിപ്പിച്ച് കർത്താവ് പഠിപ്പിച്ചതെന്താ, നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്താ? ഞാനും നിങ്ങളും പാപം ചെയ്തിട്ട് 10 സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലിയാൽ പാപം പോകുമായിരുന്നെങ്കിൽ ഈശോയ്ക്ക് ഈ സ്വർഗത്തിലിരുന്നാൽ പോരെ, ഈ അടിയും തുപ്പും കൊള്ളാൻ ഇങ്ങ് വരേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരു നുണ, ചെറിയൊരു നുണ ഞാൻ പറയുന്നതിന് പോലും എന്നെക്കൊണ്ട് പരിഹാരം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? എബ്രായർ 9:22 രക്തം ചിന്താതെ ഒരു കുഞ്ഞിനും പാപമോചനമില്ല. എൻ്റെ സർവ്വസമ്പത്ത് ദാനം ചെയ്താലും, എന്നെ ജീവനോടെ ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും രക്തം ചിന്താതെ ഒരു കുഞ്ഞിനും പാപമോചനമില്ല. എന്നാൽ ഞാൻ കുറേ രക്തം അങ്ങ് ചിന്തിയാലോ? പോരാ. എന്താ, നമ്മുടെ ദൈവം രക്തത്തിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. രക്തം ചിന്തണം നിർബന്ധം എന്താണ്? ലേവ്യർ 17:11 ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. അത് രക്തം കൊണ്ടാണ് പരിഹാരം ചെയ്യേണ്ടത്. അത് ശരീരത്തിൻ്റെ ഏദൻ തോട്ടത്തിൽ ഈ കനി ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ ശാരീരിക മരണമല്ല, ഒരാത്മീയ മരണമാണ്. അത് വീണ്ടെടുക്കാൻ വേണ്ടി രക്തം കൊണ്ടൊരു ബലി ആവശ്യമാണ്. അതാ ഞാൻ പറഞ്ഞു, ഞാൻ കുറേ രക്തം ചിന്തിയാൽ മതിയോ? പോരാ. അതിന് ഈ രക്തത്തിന് വേണ്ടി ബലിമൃഗത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പുറപ്പാട് 12:5 ബലിമൃഗം ഊനമറ്റതായിരിക്കണം. ചട്ട്, മുടന്ത്, രോമം പൊഴിഞ്ഞത് അങ്ങനെയുള്ളതിനെ കൊള്ളില്ല. ഊനമറ്റതായിരിക്കണം. ഈ മൃഗം എന്തിൻ്റെ സൂചനയാണ്? ഏത് മതത്തിലാണെങ്കിലും നടന്ന ചില മതത്തിൽ നരബലി പോലും, മൃഗബലിയൊക്കെ എല്ലാ മതത്തിലും. ഇതെല്ലാം എന്തിൻ്റെ സൂചനയാണ്? യോഹന്നാൻ 1:29 യോഹന്നാൻ്റെ സുവിശേഷം 1-29 ദാ വരുന്നു ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ വരുന്നവനാണ് ദൈവം. അങ്ങനെ ലത്തീനെയും സുറിയാനിയും കത്തോലിക്കിനെയും CSIയും ഹിന്ദുവിനെയും മുസൽമാനെയും ഒന്നും സൃഷ്ടിച്ചില്ലല്ലോ. ദൈവം ഉൽപ്പത്തി 1:27 പറഞ്ഞത് നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യ സൃഷ്ടിക്കാമെന്നാണ് പറഞ്ഞു. മനുഷ്യൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ആ വരുന്നവൻ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഊനമറ്റതായിരിക്കണമെന്ന് പറയുമ്പോൾ പാപമില്ലാത്തവനാണ് പാപപരിഹാര ബലിയാകാൻ പറ്റും.
പാപമില്ലാത്ത മനുഷ്യരുടെ ഭൂമിയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ദൈവം കന്യകയുടെ ഉദരത്തിൽ മനുഷ്യനായി പിറന്ന് പാപമില്ലാത്തവനായി ജീവിച്ചത്. യേശുവിന് പാപമില്ലെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടായില്ല. ലോക ചരിത്രത്തിൽ യേശുവിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു വിധിവാചകം ഇങ്ങനെ ഉണ്ടായി. അന്നത്തെ സുപ്രീം കോടതി ജഡ്ജിയെ പോലെ പന്തിയോസ് പീലാത്തോസ് ഒരു വിധിവാചകം ഉച്ചരിക്കുകയാണ്: ഈ നീതിമാനിൽ ഒരു കുറ്റവും കാണുന്നില്ല, കൊണ്ടുപോയി ക്രൂശിച്ചുകൊള്ളുക. ഹല്ലേലൂയ. അവൻ്റെ രക്തത്തിനാണ് പാപമോചന ശക്തിയുള്ളത്. ഇനി ഇത് നമുക്ക് കിട്ടുന്നത് 10 അബോർഷൻ ചെയ്ത ആളാണെങ്കിലും കൊലപാതകം നടത്തിയ ആളാണെങ്കിലും ആ വ്യക്തിക്ക് ക്ഷമ കിട്ടുന്നത് പരിപൂർണ സൗജന്യമായിട്ടാണ്. എഫേസ്യസ് 2:8, എഫേസ്യസുകാരുടെ ലേഖനം അധ്യായം 2:8. ഈ രക്ഷ പ്രവൃത്തിയുടെ ഫലമല്ല, ഇത് സൗജന്യമായിട്ട് ദൈവം തരുന്നതാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ തൻ്റെ പാപത്തിന് പറ്റിയ പരിഹാരം കൽപ്പിക്കുമോ എന്നറിയാൻ മാറി മാറി കുമ്പസാരിക്കുക. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുകയാണ്, എഫേസ്യസ് അധ്യായം 2:8 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. യേശു, നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്നുണ്ടല്ലോ, യേശു ദൈവത്തിൻ്റെ പുത്രനാണ്, സകല മനുഷ്യർക്കും വേണ്ടി കാൽവരിയിൽ യാഗമായി. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവൃത്തിയുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. ഞാൻ സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലുമ്പോൾ ഞാൻ പള്ളിക്ക് ചുറ്റും കിടന്ന് ഉരുളുമ്പോഴാണ് പാപക്ഷമ കിട്ടുന്നതെങ്കിൽ അത് സൗജന്യമല്ല, ഞാൻ നേടിയെടുത്തതാണ്. അപ്പം പിന്നെ എന്തുകൊണ്ടായിരിക്കും കുമ്പസാരക്കൂട്ടിൽ പ്രായശ്ചിത്തം കൽപ്പിക്കുന്നത്? അച്ഛന്മാരിന്ന് ഈ വചനം കണ്ടിട്ടുണ്ടാവില്ലേ? സഭ ദൈവശാസ്ത്ര പണ്ഡിതന്മാരെന്ന് ഈ വചനം കണ്ടിട്ടുണ്ടാവില്ലേ? പിന്നെ എന്തിനാണ് ഞാൻ കുമ്പസാരിച്ച് കഴിയുമ്പോൾ പ്രായശ്ചിത്തം കൽപ്പിക്കുന്നത്? ഇനിയുള്ളത് അതിലും പ്രയാസം പിടിച്ചൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 7:8, അധ്യായം 7 വചനം 8. പ്രഭാഷകൻ അധ്യായം 7 വചനം 8. പാപം ആവർത്തിക്കരുത്, ആദ്യത്തത് പോലും ശിക്ഷിക്കപ്പെടാതെ പോകില്ല. അത് അതിലും പ്രശ്നം. ആദ്യം മുതൽ ഞാൻ ചെയ്ത സകല പാപത്തിന് ശിക്ഷയുണ്ടെങ്കിൽ പിന്നെ കുമ്പസാരിച്ചിട്ട് എന്താ കാര്യം? സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളൊരു പാപം ചെയ്യുമ്പോൾ ദൈവത്തിനെതിരായും സമൂഹത്തിനെതിരായിട്ടും സമൂഹത്തിൽ ചില മുറിവുണ്ടാക്കുന്നുണ്ട്, വിടവുണ്ടാക്കുന്നുണ്ട്. ദൈവത്തിനെതിരായി ചെയ്ത തെറ്റ് യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്താൽ സൗജന്യമായിട്ട് നമുക്ക് രക്ഷ കിട്ടുന്നു. പക്ഷെ സമൂഹത്തിലുണ്ടായ പാപം വഴിയുണ്ടായ ദുരന്ത ഫലങ്ങൾ, ആ കടം നമ്മൾ വീട്ടേണ്ടതാണ്. ഇതാണ് പ്രഭാഷകൻ പറയുന്നത്. ഞാൻ ഒരു തെറ്റേ ഒരു ദിവസം ചെയ്തുള്ളൂ, ഞാൻ കുമ്പസാരിച്ചു, എനിക്ക് പാപക്ഷമ കിട്ടി. ആ ഒരു തെറ്റിൻ്റെ പരിഹാരം ഞാൻ ചെയ്താൽ മതി, കടം ഞാൻ വീട്ടിയാൽ മതി. ഞാൻ ഒരു ദിവസം 100 തെറ്റ് ചെയ്തിട്ട് കുമ്പസാരിച്ചു, 100 തെറ്റും ദൈവം ക്ഷമിച്ചു. ഈ 100 തെറ്റിൻ്റെ പരിഹാരം ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, കടം വീട്ടേണ്ടതായിട്ടുണ്ട്. പാപം ആവർത്തിക്കരുത്, ആദ്യത്തെ പോലും ശിക്ഷിക്കപ്പെടാതെ പോകില്ല. ഇത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രംഗം 2 സാമുവേൽ 11-ലാണ്. 2 സാമുവേൽ 11-ാം അധ്യായത്തിലാണ് ദാവീദ് രാജാവിൻ്റെ വീഴ്ച. അന്യൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നു, അവൾ ഗർഭിണിയാകുന്നു, അവളുടെ ഭർത്താവ് സ്ഥലത്തില്ല, യുദ്ധക്കളത്തിന് വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ഭർത്താവിനോട് വീട്ടിൽ പോയി താമസിക്കാൻ അവധി കൊടുക്കുന്നു, അയാളത് സ്വീകരിക്കുന്നില്ല. ഇനിയിപ്പം ഇവളെ വിധവയാക്കിയാൽ മാത്രമേ ദാവീദ് രാജാവിൻ്റെ തെറ്റ് മറയ്ക്കാൻ പറ്റൂ. ഇദ്ദേഹത്തിൻ്റെ ഊറിയയുടെ കയ്യിൽ തന്നെ ഒരു എഴുത്തെഴുതി കൊടുക്കുന്നു, നീ യുദ്ധക്കളത്തിൽ ചെല്ലുമ്പോൾ സൈന്യാപതിന് കൊടുക്കണം. അത് തുറന്നപ്പോഴതിൽ എഴുതിയിരിക്കുകയാണ്, ഊറിയയെ പൊരിഞ്ഞ യുദ്ധം നടക്കുന്നിടത്ത് മുൻനിരയിലേക്ക് വിടണം, ഇവൻ വെട്ടേറ്റ് മരിക്കണം. മരിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യ വിധവയായി. രാജാവ് തൻ്റെ പാപം മറയ്ക്കാൻ വേണ്ടി ആ മനുഷ്യനെ ചതിവിൽ കൊല്ലിച്ച് ഇവളെ ഭാര്യയാക്കി. നാട്ടുകാരെല്ലാം വാനോളം പുകഴ്ത്തി തൻ്റെ മഹാമനസ്കതയെ. രാജകുടുംബത്തിൽ നിന്നൊരു യുവതിയെ കല്യാണം കഴിക്കാമായിരുന്നിട്ടും ഒരു പട്ടാളക്കാരൻ യുദ്ധത്തിൽ മരിച്ചപ്പോൾ ആ വിധവയ്ക്ക് ഒരു ജീവിതം കൊടുത്തല്ലോ. രാജാവ് നീണാൽ വാഴട്ടെ. ദൈവം പറയാണ്, മനുഷ്യൻ ബാഹ്യമായിട്ടുള്ളത് കാണുന്നു, ദൈവം ഹൃദയത്തെ കാണുന്നു. അങ്ങനെ എല്ലാം തേച്ച് മാച്ച് നല്ല പിള്ളയാക്കി ചമിഞ്ഞ് ജീവിക്കുന്ന കാലം. 12-ാം അധ്യായം ഒരു ധ്യാനം നടക്കുകയാണ്. ലക്ഷങ്ങൾക്ക് വേണ്ടിയല്ല, ലക്ഷങ്ങളെ നയിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ധ്യാനം. ധ്യാനഗുരുവിൻ്റെ പേരാണ് നാഥാൻ. രാജാവായതുകൊണ്ട് സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. അല്ലയോ രാജാവേ, ഒരിടത്തൊരു ധനികൻ, 1000കണക്കിന് ആടുമാടുകൾ, തൊട്ടപ്പുറത്തൊരു ദരിദ്രൻ, ഒരേ ഒരു പെണ്ണാട്ടുംകുട്ടി അവനുള്ളൂ. അവൻ്റെ പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ചിരുന്നു, അവൻ്റെ മടിയിൽ അത് അന്തി ഉറങ്ങിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ധനികൻ്റെ വീട്ടിൽ അതിഥി വന്നു. തൻ്റെ 1000കണക്കിന് ആടുകളിൽ ഒന്നിനെ കൊന്ന് വിരുന്നൊരുക്കാതെ
ആ പാവപ്പെട്ട ദരിദ്രൻ്റെ ഒരേ ഒരു പെണ്ണാട്ടുംകുട്ടിയെ അതിനെ കൊന്ന് വിരുന്നൊരുക്കി. ഇനി കഥ കേട്ടിരിക്കാൻ രാജാവിന് ചാടി എഴുന്നേറ്റ് അലറിയും, ആ ദുഷ്ടൻ ആരാണെങ്കിലും മരിക്കണം. ഉടൻ തന്നെ പ്രവാചകൻ ദൈവിക ശബ്ദത്തിൽ പ്രവാചക ശബ്ദത്തിൽ പറഞ്ഞു, ആ ദുഷ്ടൻ നീ തന്നെ. രാജാവിൻ്റെ മുഖത്ത് നോക്കി, നിനക്ക് ഭാര്യമാരില്ലേ, ഉപനാരിമാരില്ലേ? ആ ഊറിയയുടെ ഭാര്യ ബത്ശബയോടൊപ്പം നീ പാപം ചെയ്ത് അത് മറയ്ക്കാൻ വേണ്ടി നീ അവനെ കൊല്ലിച്ചില്ലേ? ഇനി രാജാവിന് വേണമെങ്കിൽ പ്രവാചകനെ വധിക്കാം, ജയിലിലടയ്ക്കാം. 13-ാമത്തെ വാക്യം 2 സാമുവേൽ 12:13 ദാവീദ് പറഞ്ഞു, ഞാൻ കർത്താവിനെതിരെ തെറ്റ് ചെയ്തു പോയി. നാഥാൻ പ്രവാചകൻ പാപമോചനം കൊടുക്കുന്നത് ശ്രദ്ധിക്കണം. നീ മരിക്കില്ല, എങ്കിലും ഈ തെറ്റ് ചെയ്തുകൊണ്ട് ബേർഷബയിൽ നിനക്കുണ്ടായ കുട്ടി മരിച്ചു പോകും. നീ മരിക്കില്ലെന്ന് പറഞ്ഞാൽ ദാവീദ് രാജാവിന് ഇനി ശാരീരിക മരണമില്ല, നിത്യജീവൻ ഉറപ്പാ മോനെ. പക്ഷെ കാണിച്ച ഈ ഫലം, ഇതിൻ്റെ ഫലം നീ അനുഭവിക്കണം, ഇതിൻ്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും. ഉടൻ തന്നെ കുഞ്ഞിന് അസുഖമായി. ആരോ പറഞ്ഞു, അയ്യോ കുട്ടിക്ക് അസുഖം. രാജാവിനറിയാം എന്തുകൊണ്ടാണ് കുട്ടിക്ക് അസുഖം. രാജകീയ വസ്ത്രങ്ങൾ മാറ്റി ചാക്ക് വസ്ത്രം ധരിച്ച് ഉപവസിച്ച് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു 7 ദിവസം. 7-ാം ദിവസം കുട്ടി മരിച്ചു. ഒരൊറ്റ കുഞ്ഞിന് ധൈര്യമില്ല രാജാവിനോട് വിവരം പറയാൻ. അവന് വല്ല സാഹസവും കാണിക്കും. അവർ പിറുപിറുക്കുന്നത് രാജാവ് കേട്ടു. പടയാളിയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്ത് സംഭവിച്ചു പറഞ്ഞു. രാജാവ് എഴുന്നേറ്റ് കുളിച്ച് ഭക്ഷണം കഴിച്ചു. ഇതുകൊണ്ടാണ് പാപം ആവർത്തിക്കരുതെന്ന് പറയാൻ കാരണം. പാപം യേശുക്രിസ്തുവിൻ്റെ കാൽവരി കുരിശുമരണത്തിലൂടെ ഏത് വ്യഭിചാരിക്കും കൊലയാളിക്കും സൗജന്യമായിട്ടാണ് പാപക്ഷമ. എന്നാൽ പാപത്തിൻ്റെ കടങ്ങൾ നമ്മൾ വീട്ടേണ്ടതായിട്ടുണ്ട്. ഉദാഹരണം ലൂക്കയുടെ സുവിശേഷം അധ്യായം 3:8. ഏറ്റവും മനോഹരമായിട്ട് അനുതാപത്തെക്കുറിച്ച് പ്രസംഗിച്ച പ്രവാചകനാണ് സ്നാപയോഹന്നാൻ. അണലി സന്തതികളെ എന്ന് വിളിച്ചപ്പോൾ അവർ പ്രതികരിച്ചു. പട്ടി പാമ്പേ എന്ന് വിളിക്കാണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറ എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണം? ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന 10 പ്രാവശ്യം ചൊല്ലി കാഴ്ചവെക്കാനല്ല പറഞ്ഞത്. പിന്നെയോ 2 ഉടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ. അതുകൊണ്ടാണ് പ്രഭാഷകൻ 3:30 പറയുന്നത്. പ്രഭാഷകൻ 3:30, ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്ന പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. തീ പിടിച്ചെടുത്തേക്ക് ഒരു പാത്രം വെള്ളം കോരി ഒഴിച്ചാൽ എങ്ങനെ തീ കെട്ടുപോകുന്നോ, ഇതേപോലെ പരസ്നേഹ പ്രവൃത്തി ദാനധർമ്മം എന്ന് പറയുന്നത് പാപത്തിൻ്റെ കടം വിടാൻ അത്യുത്തമം. ഹല്ലേലൂയ. എന്നാൽ ഞാൻ കുറെ ദാനധർമ്മം ചെയ്താൽ മതിയോ? പോരാ. യേശു ക്രിസ്തുവിലൂടെ എനിക്ക് പാപമോചനം കിട്ടണം, ഒപ്പം പാപത്തിൻ്റെ കടങ്ങൾ വിടാൻ പരോപകാര പ്രാർത്ഥി സഭയിൽ. അതുകൊണ്ട് നമ്മൾ നോമ്പ് കാലത്ത് അതൊക്കെ ചെയ്യുന്നു. ഇപ്പം നമ്മൾ 25 നോമ്പിലേക്ക് കടന്നിരിക്കുന്നു. ഒരാൾ നോമ്പിൽ മാംസം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അയാൾക്കതുകൊണ്ട് ലാഭമുണ്ടായി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആ പണം ഒരു ദരിദ്രൻ്റെ പാത്രത്തിൽ ഭക്ഷണമായിട്ട് മാറുമ്പോഴാണ് അത് സ്വർഗം രേഖപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഇപ്പം കഴിഞ്ഞകാല പാപത്തിന് നന്മ കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യണം. ജർമ്മനിയിൽ ധ്യാനിപ്പിക്കുമ്പോഴൊരു സഹോദരി ചോദിക്കുകയുണ്ടായി, ക്ലാസ് കേട്ടിട്ട്, വിവാഹത്തിന് മുൻപും പിൻപും ഞാൻ 3 കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്തിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? വചനം പ്രസംഗിക്കാൻ അനുവാദമുണ്ടെങ്കിലും പാപവചനവും പ്രായശ്ചിത്തവും കൽപ്പിക്കേണ്ടത് വൈദികരാണ്. അതുകൊണ്ട് കുംഭസാരത്തിൽ പറഞ്ഞതിന് ശേഷം അച്ഛൻ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാൻ പറഞ്ഞു വിട്ടു. 5 ദിവസത്തെ ധ്യാനം കഴിഞ്ഞപ്പോൾ ആ സഹോദരി വന്നിട്ട് വീണ്ടും ചോദിച്ചു, പ്രായോഗികമായിട്ട് എനിക്ക് എന്തെങ്കിലും ഉപദേശം തരാമോ? തീർച്ചയായിട്ടും. ആ 3 കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവരുടെ ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം, വിവാഹം ശരാശരി എന്ത് ചെലവ് വരുമെന്ന് കണക്കാക്കി നോക്ക്. ഒരു അക്കൗണ്ട് തുടങ്ങുക. നിങ്ങൾ ശമ്പളം വാങ്ങിക്കുമ്പോൾ മനസ്സനുവദിക്കുന്ന $10, $1, $100 അതിൽ നിക്ഷേപിക്കുക. ഞങ്ങളെപ്പോലുള്ളവർ പ്രസംഗിക്കാൻ വരും. എന്നിട്ട് ബ്രദർ നാട്ടിക്കൊണ്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തോന്ന് പറഞ്ഞ് കൊടുത്തുവിട്ട് വചനപ്രവർത്തകരെ നിങ്ങൾ നശിപ്പിക്കരുത്. നിങ്ങൾ 2 വർഷം 5 വർഷം കഴിയുമ്പോൾ എന്ന് നിങ്ങൾ നാട്ടിൽ പോകുന്നോ ഈ പണമായിട്ട് പോവുക. എന്നിട്ട് ഒരു 50,000 രൂപയുണ്ടെങ്കിൽ ഒരു വിധവയ്ക്ക് ഓളോ ബ്രസ് കൊണ്ട് ഭിത്തി കെട്ടി ഒരു ആസ്പെറ്റോസ് ആണെങ്കിൽ മേഞ്ഞൊരു ഷീറ്റ് മഴ നനയാതെ ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റും. ഒരു 3 വീട് വെച്ച് കൊടുക്കുക. 50,000 രൂപയുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിക്ക് താലിയും വസ്ത്രവും മേടിച്ചു കൊടുത്ത് ഒരു പെണ്ണിൻ്റെ കല്യാണം നടത്തി കൊടുക്കാൻ പറ്റും. ഒരു 3 കുട്ടികളെ കല്യാണം നടത്തി കൊടുക്കുക. കനാലിൻ്റെ പുറമ്പോക്കിലാണ് താമസിക്കുന്നത്. ആരെങ്കിലും ഒന്ന് സഹായിക്കുകയാണെങ്കിൽ IPS IAS എഴുതിയെടുക്കാൻ കഴിവുള്ളതാണ്. ഏത് ബാങ്കാണ് അവന് ജോലി അവന് ലോൺ കൊടുക്കുന്നത്? അത് നമ്മുടെ പടിവാതിൽ കിടക്കുന്ന ലാസറ. 3 കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്ത് 3 നന്മോചനം ചൊല്ലുക എന്നല്ല സഭ പറയുന്നത്. ആ കടം വീട്ടണം.
ആ കടം വീട്ടണം. അതാണ് പറയുന്നത്. മാനസാന്തരം യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കും. രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. ഡയാലിസിസ് പോലുള്ള ഒത്തിരി പണച്ചെലവുള്ള ചികിത്സകൾ, ഒരു പാവപ്പെട്ടവന് ഒരു 2-3 രോഗികളുടെ ചികിത്സ ഏറ്റെടുക്കുക, വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ബ്രദർ പറഞ്ഞ് മനസ്സിലായി. ഞങ്ങൾ 10-20 ദിവസത്തേക്കാണ് പോകുന്നത്. ഇങ്ങനെയുള്ളവരെ ഞങ്ങൾ എവിടെ പോയി കണ്ടുപിടിക്കും? അത് ഞാൻ പറഞ്ഞു തരാം. വിദ്യാഭ്യാസം ആണ് നിങ്ങൾ ഏറ്റെടുക്കുന്നതെങ്കിൽ സ്ഥലത്തെ ഹെഡ് മാസ്റ്ററെ കണ്ടാൽ ശരിക്കും സഹായം അറിയിക്കുന്നതും സഹായം കിട്ടിയാൽ കരകയറാൻ പറ്റുന്നത് ഹെഡ് മാസ്റ്റർക്ക് അറിയാം. മറ്റു കാര്യങ്ങളാണ് സ്ഥലത്തെ വികാരിച്ചനെ കണ്ടാൽ അത് വഞ്ചിക്കപ്പെടാതെ ശരിക്ക് എത്തേണ്ടടുത്ത് ആ പണം എത്തും. ചെയ്യാമെന്നും പറഞ്ഞ ആ സഹോദരി പറഞ്ഞു. ഇതാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ പശ്ചാത്താപം. മാനസാന്തരപ്പെടുവിൻ എന്ന് പറയുമ്പോൾ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ആ മാനസാന്തര ഉൾപ്പെട്ട 5 പോയിന്റുകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. എപ്പോൾ കുമ്പസാരത്തിൽ പറയുന്ന അച്ചോ ഇന്ന പാപം ഞാൻ കഴിഞ്ഞ കുമ്പസാരത്തിൽ മറച്ചു വെച്ചതാണ്. മൂന്നാമത് പറയുന്നത്, അയോഗ്യതയോട് എപ്പോഴെങ്കിലും പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുണ്ടോ? 10 കൽപ്പനകളിൽ ഏതെങ്കിലും ഒന്ന് ബോധപൂർവം ലംഘിച്ച അവസ്ഥയിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഇടയായിട്ടുണ്ടോ? അങ്ങനെയുള്ള ഓരോ കുർബാന സ്വീകരണത്തിലൂടെയും സാത്താൻ അപ്പക്കഷ്ണം സ്വീകരിച്ചോടനെ സാത്താൻ യൂദാസിൽ പ്രവേശിച്ച പോലെ ഇങ്ങനെയുള്ള ഓരോ കുർബാന സ്വീകരണവും നമ്മളെ ദോഷത്തിലേക്കാണ് നയിക്കുന്നത്. ചങ്ങലകളുടെ ഓരോ പ്രാവശ്യം കുർബാന സ്വീകരിക്കും സാത്താൻ്റെ ചങ്ങല ഓരോ ചുറ്റും നമ്മളെ വരിഞ്ഞു മുറുക്കുക. ഇപ്പം എന്ത് സംഭവിച്ചു? മരവിച്ചൊരു മനസ്സിൻ്റെ ഉടമയായി. ഏത് പ്രസംഗം കേട്ടാലും അനുതാപം കിട്ടുന്നില്ല. അവരെന്ത് ചെയ്യണം? നമ്മുടെ ദേവാലയത്തിൽ പലപ്പോഴും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കാറുണ്ടല്ലോ. നല്ലൊരു അവസരമാണ്. നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വന്നൊന്ന് ഇരിക്കുക. ഒന്നും പറയണമെന്നില്ല, പറയാൻ കിട്ടുന്നെങ്കിൽ പറഞ്ഞോ. ലക്ഷ്യം ഇതാണ്, എനിക്കൊരു അനുതാപം ആവശ്യം. പാറ പോലെ ഉറച്ച മെഴുകി പുറത്ത് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് ഉരുകും. അതിന് ഉരുട്ടുവോ പരത്തുവോ നീട്ടുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ നിങ്ങൾ അവിടെ നിന്ന് ചിലപ്പോൾ കണ്ണുനീരൊഴുക്കും. അച്ഛനോട് പറഞ്ഞാൽ മതി, അച്ഛൻ എനിക്ക് കുമ്പസാരിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ട് മാറും. നാലാമത് പറയാൻ മറന്നുപോയതാണ്, ഇപ്പോൾ ഓർമ്മ വരുന്നു, അത് പറയുന്നു. ട്രെൻഡ് സൂനദോസ് 2 കാര്യം പഠിപ്പിക്കുന്നുണ്ട്. പാപത്തിൻ്റെ എണ്ണവും ഗൗരവവും വെളിപ്പെടുത്തണം. പാപത്തിൻ്റെ എണ്ണവും ഗൗരവവും വെളിപ്പെടുത്തണം. നമ്മൾ ചിന്തിക്കും, നമ്മൾ എത്ര നുണ പറഞ്ഞു, എത്ര അസഭ്യം, ഇതിൻ്റെ എണ്ണമൊക്കെ എങ്ങനെ കിട്ടും? അതല്ല ഇതിൻ്റെ അർത്ഥം. ചിലപ്പോൾ ഈ പാപം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ചതാകാം, അല്ലെങ്കിൽ അനേക പ്രാവശ്യം സംഭവിച്ചതാകാം. അതുകൊണ്ടാണ് പാപത്തിൻ്റെ എണ്ണം എന്ന വാക്കോട് ഉപയോഗിക്കുന്നത്. പാപത്തിൻ്റെ ഗൗരവം വെളിപ്പെടുത്തണം. ഇപ്പോൾ ഒരാൾ കുമ്പസാരിക്കുന്ന ഒരാൾ പറയും, അച്ചോ ഞാനൊരാൾ അടിച്ചു. അച്ഛന് മനസ്സിലായി അടിച്ചു. പക്ഷെ ആരെയാണ് അടിച്ചത്? ഇയാൾ അപ്പനെയാണോ അടിച്ചത് അല്ല മകനെയാണോ അടിച്ചത്? പ്രവൃത്തി ഒന്നാണ്, പക്ഷെ ഗൗരവം വ്യത്യാസമാണ്. അച്ഛൻ 6-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ട്. സംഗതി മനസ്സിലായി, ഗൗരവം വന്നില്ല. അടുത്ത വ്യക്തിയും നീയും തമ്മിൽ എന്തെങ്കിലും രക്തബന്ധം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്ര അടുത്തതാണ്, എത്ര അകന്നതാണ്? ഈ പ്രവൃത്തിയിൽ ആ വ്യക്തിയുടെ പൂർണ്ണ അറിവും സമ്മതം ഉണ്ടായിരുന്നോ? അതൊരു കൊച്ചു കുട്ടിയായിരുന്നോ? അതൊരു ഒത്തിരി പ്രായമുള്ളൊരു വ്യക്തിയായിരുന്നോ? ആ വ്യക്തി ഏത് വിളി സ്വീകരിച്ച ആളാണ്? ഒരാളുടെ ഭാര്യയായിരുന്നോ? ഭർത്താവായിരുന്നോ? എന്തെങ്കിലും ബുദ്ധിവൈകല്യമുള്ളൊരു വ്യക്തിയായിരുന്നോ? സുബോധത്തോടെ ആയിരുന്നോ? ഇനി മനുഷ്യവർഗത്തിൻ്റെ പുറത്തായിരുന്നോ? അതുകൊണ്ടാണ് ട്രെൻഡ് സൂനദോസ് പറയുന്നത്, പാപത്തിൻ്റെ എണ്ണവും ഗൗരവവും വെളിപ്പെടുത്തുക. അങ്ങനൊരു കുമ്പസാരം നടത്തി കഴിഞ്ഞാൽ ദൈവരാജ്യത്തിലേക്കാണ് പിന്നെ ആ വ്യക്തി കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ.